അദ്ദേഹം പിന്നെ എൻ്റെ പേര് ഒരു വലിയ ആക്ഷേപമൊക്കെ ഉന്നയിച്ചു. ഈ ശിവനെന്ന് പറഞ്ഞ ആൾ. ഞാൻ പറഞ്ഞു, നീ ആകെ പൈസ കൊടുക്ക്. അയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, പാവം പിടിച്ച മനുഷ്യനാണ്. അദ്ദേഹം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇതിൻ്റെ ലോൺ അടയ്ക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ലോൺ അടയ്ക്കാനെങ്കിലും പൈസ കൊടുക്കണ്ടേ, അത് ഉദ്ദേശിച്ചല്ലേ നിനക്ക് തന്നെ. അല്ലെങ്കിൽ അയാൾ കൊണ്ടാടുന്നു അല്ലെങ്കിൽ ഞാൻ എഴുന്നള്ളിച്ച് അയക്ക് പൈസ കൊടുക്കത്തില്ല എന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ വർത്തമാനമൊക്കെ വളരെ സമാധാനപരമായിട്ടുള്ള വർത്തമാനങ്ങൾ. അങ്ങനെ ഇവൻ ഈ പൈസ കൊടുക്കാനും ഇല്ല, ഈ ആനയിട്ട് പിന്നെ തിരിച്ച് ഇവന് കൊടുത്തുമില്ല. കൊണ്ടുകിടന്ന് എഴുന്നള്ളിച്ച് അയക്ക് പൈസയൊക്കെ കൊടുത്ത്. അങ്ങനെ ഈ ആനയെ എൻ്റെ അളിയനും ഈ ആനയെ ഒറ്റയ്ക്ക് അഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസരമുണ്ട്. ഈ ശിവനെയും ഒറ്റയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ശിവനും ശ്രീധരനും കൂടിയായാലും കൊണ്ട് നടക്കാൻ പറ്റാത്തൊരവസരമായപ്പോഴാണ് എന്നെ വിളിച്ചതും ഞാൻ വീണ്ടും ഇത് ആനയിലായതും. പിന്നീട് അങ്ങനെ പരിപാടിയൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അളിയൻ ശിവൻ അങ്ങ് പോയല്ലോ, ശിവൻ ഇതിൽ നിന്ന് അങ്ങ് ഒഴിവായി, പിന്നെ വേണ്ടാന്നായി.